2 സീറ്റ് ബി ജെ പിക്ക് ഉറപ്പ്. CPM-ഉം കോൺഗ്രസും വെട്ടിയാലും സീറ്റ് പിടിക്കും. നോക്കാം വിശദമായി. ഈ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ കഥ കഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ഭൂപടത്തിൽ കാണില്ല എന്ന സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടി നൽകുന്നത്. കാവിയുടുക്കാൻ പോകുന്ന ഇന്ത്യയെ ഭയന്ന് വിദേശയാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റും ബുക്ക് ചെയ്ത് കാത്തിരിപ്പിലാണ് എന്നാണ് കേൾക്കുന്നത്. 400 സീറ്റ് എന്ന് കൃത്യമായ അജണ്ടയിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുന്നത്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പോടെ BJP കേരളത്തിലും കാലുറപ്പിക്കുമെന്ന് വിവിധ സർവേ ഫലത്തിൽ കാണാൻ സാധിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കാൻ BJPക്ക് സാധിച്ചെങ്കിലും രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത്, അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല എന്നൊരു കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഇതുവരെ ശക്തമായ അടിത്തറ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. എന്നാൽ ഇത്തവണ അതും സാധിക്കുമെന്നാണ് സർവേകളിലൂടെ പുറത്തുവരുന്ന ഫലം പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് ന്യൂസ് 18 നെറ്റ്വർക്ക് പുറത്തുവിട്ട ഫലം പറയുന്നു. NDA മുന്നണിക്ക് 2 സീറ്റ് ലഭിക്കുമെന്നാണ് സർവേ ഫലത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF 19 സീറ്റ് വരെ എത്തിയെങ്കിൽ ഇത്തവണ അത് 14 ചുരുങ്ങുമെന്നും ഫലം പുറത്തു പറയുന്നു. അതേസമയം തന്നെ NDA മുന്നണിക്ക് കേരളത്തിൽ 18% വോട്ട് ഇക്കുറി ഉറപ്പായി കഴിഞ്ഞതായും അഭിപ്രായ ഫലത്തിൽ കാണിക്കുന്നു. 21 പ്രധാന സംസ്ഥാനങ്ങളിലെ 518 സീറ്റുകളുടെ അഭിപ്രായ സർവേ ഫലമാണ് ന്യൂസ് 8 പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ 2ഉം തമിഴ്നാട്ടിൽ 3ഉം സീറ്റ് വീതം BJPക്ക് ലഭിക്കും. തമിഴ്നാട്ടിൽ 36-ൽ 33ഉം DMK നേടുമെന്ന് അണ്ണാമലയുടെ നേതൃത്വത്തിൽ 3 സീറ്റ് BJPക്ക് ലഭിക്കുമെന്നും ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പളനിസ്വാമി നയിക്കുന്ന AIADMK ഇക്കുറി അക്കൗണ്ട് തുറക്കില്ല. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ BJP ശക്തമായി വോട്ട് പിടിക്കും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും നടക്കുക. പ്രതീക്ഷിച്ചതിലും ഇക്കുറി വലിയ മാറ്റങ്ങളാകും കേരളത്തിൽ നടക്കുക. വോട്ട് മറിച്ചിലും അടിയൊഴുക്കുകളും ഇല്ലെങ്കിൽ 3-ൽ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ BJP അനായാസം നേടും. CPM-ഉം കോൺഗ്രസും എത്ര തലകുത്തി മറിഞ്ഞാലും BJPയെ കേരളത്തിൽ ഇക്കുറി തളച്ചിടാനാവില്ല എന്നും ന്യൂസ് 8 ജനാഭിപ്രായ സർവേ ഫലം പറയുന്നു.